ഇന്ന് നമുക്ക് വഴുതനങ്ങ കൊണ്ട് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷ് ഉണ്ടാക്കാം. വളരെ വെറൈറ്റി ആയ ഒരു റോസ്റ്റാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാം. സാധാരണ നമ്മൾ മെഴുക്കുവരട്ടിയല്ലേ വെക്കുന്നത്, അതിൽ നിന്ന് വ്യത്യസ്തമായി ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണിത്. അപ്പോൾ അതിന് വേണ്ടി ഒരു 3 വഴുതനങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചെറിയ പീസുകളാക്കി ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് വെക്കാം. അപ്പോൾ വെള്ളത്തിൽ ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കറയെല്ലാം നന്നായിട്ട് ഇളകിപ്പോവും. അപ്പോൾ ഒരു 10 മിനിറ്റ് അങ്ങനെ ഇട്ട് വെച്ചേക്കുക. എന്നിട്ട് 2 പ്രാവശ്യം കഴുകിയതിന് ശേഷം വെള്ളം ഊറ്റി കളയുക. ഒട്ടും വെള്ളമില്ലാതെ വാരി വെക്കുക. ഇനി നമുക്ക് സ്റ്റവ് കത്തിച്ച് ഒരു പാൻ വെക്കുക. പാൻ ചൂടായി കഴിയുമ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ വെള്ളമെല്ലാം വാർന്ന് വെച്ചിരിക്കുന്ന നമ്മുടെ വഴുതനങ്ങ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ വെളിച്ചെണ്ണയിൽ കിടന്നതൊന്ന് നന്നായിട്ടൊന്ന് വാടിക്കിട്ടണം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഒരു 1-2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. സ്റ്റവ് സിമ്മിലിട്ടിട്ട് അടച്ചു വെക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് വാടിക്കിട്ടും. പെട്ടെന്ന് തന്നെ വാടിക്കിട്ടാൻ വേണ്ടിയാണ് അടച്ചു വെക്കുന്നത്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2-3 പച്ചമുളക്, ഒരു 4 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 6-7 ചുവന്നുള്ളി, ഒരു 10 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് ഇതെല്ലാം ഒന്ന് വാടിക്കിട്ടണം. ഇനി അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് എരിവുള്ള മുളക് പൊടിയാണ്. ഇനി അതിൻ്റെയും മസാലകളുടെ പച്ചമണം മാറുന്നവരെ എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കുക. സ്റ്റവ് സിമ്മിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു 1-2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഈ മസാലകളെല്ലാം ഈ വഴുതനങ്ങയിൽ പിടിച്ചിട്ടുണ്ടാവും. വഴുതനങ്ങയിൽ മസാലകളൊക്കെ പിടിച്ചിട്ടുണ്ട്. ഉള്ളിയും ഒക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണിത്. അപ്പം വഴുതനങ്ങ നേരത്തെ നമ്മൾ വെളിച്ചെണ്ണയിലൊന്ന് വാട്ടിയെടുത്തായിരുന്നു. ഒട്ടും തന്നെ ഉടഞ്ഞിട്ടുമില്ല. അപ്പം അങ്ങനെ നന്നായിട്ട് കിട്ടും. ഇനി ലാസ്റ്റ് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ചേർക്കുക. ഉലുവാപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറായിരിക്കും നമ്മുടെ ഈ റോസ്റ്റിന്. ഉലുവാപ്പൊടി എന്തായാലും ചേർക്കുക. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് ഒരു ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട്. നല്ല ഫ്ലേവറാണ് നമ്മൾ ഉലുവാപ്പൊടിയൊക്കെ ചേർത്തേക്കണമുണ്ട്. ഇനി നമുക്കൊരു ചെറുനാരങ്ങയുടെ പകുതി എടുത്ത് നീരും കൂടി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർക്കുമ്പോൾ ഒരു വ്യത്യസ്തമായ ഒരു കറിയായിരിക്കും. നല്ല ടേസ്റ്റാണിത്. ചോറിനും ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റും നല്ലൊരു റോസ്റ്റാണിത്. ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവും. സാധാരണ നമ്മൾ മെഴുക്കുവരട്ടിയൊക്കെയല്ലേ നമ്മൾ തയ്യാറാക്കണം. ഇതേപോലെ ഒന്ന് വെറൈറ്റി ആയിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു റോസ്റ്റാണിത്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കൊന്ന് കഴിച്ച് നോക്കാം. പിന്നെ ചോറെടുത്തിട്ടുണ്ട്. നമ്മൾ വഴുതനങ്ങ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനാണ്. അപ്പോൾ മീൻകറിയും മീൻ വറുത്തതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് സൈഡ് ഡിഷായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ചോറിനോടൊപ്പം കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. സൂപ്പർ ടേസ്റ്റാണ്. ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം.